ഹലോ എവരിവൺ, എംബികളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കെമാറ്റ് റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. ഓൾറെഡി മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റിൽ നമ്മളൊരു ഇന്നലെ നൈറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നലെ നൈറ്റാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത്. അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്ക് കിടക്കുന്നു. പലരും റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടാവും, സ്കോർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇനി ഇത് പ്രൊഫഷണൽ റിസൾട്ട് എന്ന് വിളിക്കുന്നു. എന്താണ് പ്രൊഫഷണൽ റിസൾട്ട് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം, ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, എക്സാമിൻ്റെ സ്കോർ കാർഡ്, ചിലരുടെ സംശയം സ്കോർ കാർഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക, ഇങ്ങനെ എഗെയിൻ മറ്റു ചില ക്വസ്റ്റ്യൻസും കൂടെ ചോദിച്ചിട്ടുണ്ട്. മറ്റ് ടോപ്പായിട്ടുള്ള കോളേജുകളിൽ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സുകൾ എങ്ങനെയാണ്, കുസാറ്റോട് പോലത്തെ കോളേജുകളുടെ പ്രോസസ്സുകൾ, ചില പോസിബിലിറ്റീസ് ഒക്കെ ചോദിച്ചിട്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബ്രീഫായിട്ട് സംസാരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ സെപ്പറേറ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നു. എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കെമാറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, സ്കോർ കാർഡ് അപ്പം ലഭ്യമാവും, ആപ്ലിക്കേഷൻ പ്രോസസ്സ്, ഇവയൊക്കെ നോക്കാം നമുക്ക്. എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ സ്കോർ കാർഡ് അല്ലെങ്കിൽ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ www.ce.kerala.gov.in അഗെയിൻ റിസൾട്ട് പ്രൊഫഷണൽ റിസൾട്ട് എന്ന ടാബ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റിവൈസ്ഡ് ആയിട്ടുള്ള ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, റിസൾട്ട് നമ്മൾ പബ്ലിഷ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ റെസ്പോൺസ്, ഞാൻ കഴിഞ്ഞ അനാലിസിസ് വീഡിയോ പറഞ്ഞിരുന്നു, നമുക്ക് കഴിഞ്ഞ വർഷം റെസ്പോൺസ് കാണാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം റെസ്പോൺസ് കാണാനായിട്ട് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇത്തവണയും കാൻഡിഡേറ്റ് റെസ്പോൺസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് റെസ്പോൺസ് നോക്കാം. റെസ്പോൺസ് ആയിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ടൈം കഴിഞ്ഞു. അത് വളരെ ഷോർട്ട് ആയിട്ടുള്ള പീരീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. കാരണം അത് അങ്ങനെ ആരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടോ ടൈം ആയിരിക്കില്ല. കാരണം വളരെ അവേഴ്സ് മാത്രമേ അങ്ങനെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്ന് 2 മണിക്കായിരുന്നു അങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നത്, കട്ട് ഓഫ് ടൈം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ നോട്ടിഫിക്കേഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണാം. രണ്ട് നോട്ടിഫിക്കേഷനിലും സമ്മറി റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് റെസ്പോൺസ് കാണാമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പ്രൊഫഷണൽ റിസൾട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും കൂടെ സ്കോർ കാർഡ് മാർക്ക് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. റാങ്ക് 1 മുതൽ താഴോട്ട് അങ്ങോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ നിലവിൽ ഇത് പ്രൊഫഷണൽ റിസൾട്ടാണ്. ഫൈനൽ റിസൾട്ടും സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനാണ് വരിക. സാധാരണ വലിയ മാറ്റങ്ങൾ വരാറില്ല. വലിയ കംപ്ലൈൻറ്റുകളൊക്കെ വന്നാൽ അതിലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. ടോപ്പ് റാങ്കുകളൊന്നും സാധാരണ മാറാറുമില്ല. അപ്പം ഞാൻ റിസൾട്ട് അനാലിസിസിൽ നമ്മുടെ എക്സാം അനാലിസിസിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വർഷം 612ആണ് സ്കോർ. അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ലോവർ സ്കോറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാനൊരു 550 to 600 ഒക്കെയാണ് പറഞ്ഞത്. ഏതായാലും 604 ഇതാണ് ഇത്തവണ ഹയസ്റ്റ് വന്നിരുന്ന സ്കോർ. അപ്പോൾ നമ്മുടെ അനാലിസിസിന് വളരെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു 604 ആൻഡ് 600 ഹയസ്റ്റ് വന്നിരിക്കുന്ന രണ്ട് സ്കോറുകൾ. സോ ഫസ്റ്റ് റാങ്ക് ഈസ് അഭയ് എസ് എസ് എന്ന് പറയുന്ന സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് റാങ്ക്. ആപ്ലിക്കേഷൻ നമ്പർ റോൾ നമ്പർ 305045 അഭയ്. സോ കൺഗ്രാജുലേഷൻസ് അഭയ്. സെക്കൻഡ് വന്നിരിക്കുന്നത് സുദേവ് സി, നിഖിൽ സുന്ദർ എം, പാർവതി ബി, ജെറിൻ വർഗീസ് എന്നിവരൊക്കെയാണ് ടോപ്പ് 5 സ്കോറുകളിൽ വന്നിട്ടുള്ളത്. അപ്പം ഇവരുടെ സ്കോറുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം എന്ത് തന്നെയായാലും ഇവർക്കെല്ലാം തന്നെ പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. എസ്പെഷ്യലി അഭയ്, സുദേവ്, നിഖിൽ, സുന്ദർ, റാങ്ക് 1, 2, 3. ഇവരാരെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ് എൻകറേജ്മെന്റ് ഫോർ ഓൾ ഓഫ് അസ് എന്ന ടീം. കഴിഞ്ഞ വർഷം ടോപ്പ് റാങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ MBA ക്ലൗഡ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം ടോപ്പ് റാങ്കിലുള്ള, എസ്പെഷ്യലി ടോപ്പ് 30 റാങ്കിലോ ടോപ്പ് 50 റാങ്കിലൊക്കെ വന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ ഇൻബോക്സ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഗ്രേറ്റ് മോട്ടിവേഷൻ ടു എൻകറേജ്മെന്റ് ഫോർ അസ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനകരമായ കാര്യമാണ്. അപ്പോൾ എനിവേ, കൺഗ്രാജുലേഷൻ ടു എവരി വൺ. എല്ലാ ക്വാളിഫൈഡ് എല്ലാവർക്കും തന്നെ കൺഗ്രാജുലേഷൻസ്. അപ്പം ഒരു ലാസ്റ്റ് ഹയസ്റ്റ് വന്നിക്കുന്ന ഏതാണ് ഒരു സെക്കൻഡ് സ്കോറും എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ മറ്റൊരു അനാലിസിസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, കഴിഞ്ഞ 2025 ഏകദേശം 98.5% ആൾക്കാർ 72% മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഏകദേശം. വലിയ ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് മാറ്റമില്ല. ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ, 98.4% ആൾക്കാരും കെമാറ്റിന് 72 മുകളിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു പാസ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ, റിക്വയർഡ് പാസ് പെർസെൻറ്റേജ് 10% ആണെന്ന് നമുക്കറിയാം. 10% പാസ്സാകാനായിട്ട് കെമാറ്റ് ക്വാളിഫൈഡ് ആണ് ആവശ്യമായ മാർക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്കോറായിട്ട് നമുക്ക് ഓവറോളായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ബ്രീഫായിട്ടുള്ള അനാലിസിസ്. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് ശരിക്കും നിങ്ങളുടെ സ്കോർ കാർഡ് ഇതല്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ട കാർഡ് ഇതല്ല. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് അടുത്തൊരു സെഗ്മെന്റിൽ അടുത്തൊരു പാർട്ടി പറയുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ കാൻഡിഡേറ്റ് റെസ്പോൺസ് കാണാം. ഇനിയിപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമുള്ള കാര്യമല്ല. കാരണം ഇതിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ്
ഒന്ന് നോക്കാം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു കൺഫർമേഷന് വേണ്ടി നോക്കാമെന്നാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ 72% മാർക്ക് 72 മാർക്ക് കിട്ടിയ 10% മാർക്ക് കിട്ടിയ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. SC ST PD കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ ഒരു കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 77.5%, 54 മാർക്ക് ആണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഗൈൻ ഇതിന്റെ മലയാളത്തിലുള്ള പാർട്ട് മാത്രമാണ്. കാൻഡിഡേറ്റ് റെസ്പോൺസ് കാണാം, നിങ്ങളുടെ ക്വാളിഫൈഡ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഫൈനലി ഇനി അടുത്ത പാർട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കോളേജുകൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ നേരിട്ട് അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ കുസാറ്റിനെ പറ്റി ചോദിക്കുന്നു. കുസാറ്റിൽ പോസിബിലിറ്റി ഇപ്പം ടോപ്പ് റാങ്കുള്ള ആൾക്കാർ പലരും കുസാറ്റ് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് കിട്ടുമെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. കുസാറ്റിന്റെ വെയിറ്റേജ് അനുസരിച്ച് പിന്നീട് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഇന്റർവ്യൂ 20% മാർക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ +2 മാർക്കും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ 3 ക്രൈറ്റീരിയ കൂടെ എടുത്തിട്ടാണ് കുസാറ്റ് ഇത്തവണ സെലക്ഷൻ പ്രോസസ്സ് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പം ഇതിനുശേഷം ആയിരിക്കും എന്തായാലും ഒരു 300 മുകളിലേക്കുള്ള 350-300 മുകളിലേക്കുള്ള ആൾക്കാരൊക്കെ ഒരു ഇന്റർവ്യൂ കോൾ കിട്ടുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കുസാറ്റിനെ പറ്റി മുമ്പ് നമ്മുടെ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. അവിടെ നിങ്ങൾ ക്യാറ്റ് ഫോമിൽ വെബ്സൈറ്റിൽ കയറി കുസാറ്റിന്റെ ക്യാറ്റ് 2026 വെബ്സൈറ്റിൽ കയറി MBAക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. അവിടെ നിങ്ങളുടെ മാർക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് CMATന് പെർസെൻറ്റേജ് ആണോ മാർക്ക് സ്കോറാണോ എൻട്രി ചെയ്യേണ്ടത് സംശയം ഉണ്ടെങ്കിൽ സാധാരണ സ്കോറാണ് എൻട്രി ചെയ്യേണ്ടത്. മറ്റേതെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ കുസാറ്റിന്റെ തന്നെ ഹെൽപ്പ് ലൈനിലോ ഓഫീസിലോ വിളിച്ച് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യണമെന്ന് മാത്രം അപ്ലൈ ചെയ്യുന്ന പ്രത്യേകം ഓർക്കുന്നു. ഇപ്പോൾ കുസാറ്റ് മാത്രമല്ല ഏത് കോളേജ് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ടോപ്പ് ആയിട്ടുള്ള കോളേജ് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് രാജഗിരി ആണെങ്കിലും SCMS ആണെങ്കിലും മരിയൻ കോളേജ് ആണെങ്കിലും ഫറൂഖ് കോളേജ് ഫിംസ് ആണെങ്കിലും സെയിന്റ് കിഡ്സ് ആണെങ്കിലും SP കോളേജ് ഒക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് അവരവരുടെ വെബ്സൈറ്റിൽ പോയി നേരിട്ട് അപ്ലൈ ചെയ്യണം. ഓരോ കോളേജിനും പല കോളേജിനും ചിലപ്പോൾ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫീസും ഉണ്ടാവും. അപ്പോൾ അവിടെ ഓരോ കോളേജിന്റെയും GD ഇന്റർവ്യൂ, ചിലർക്ക് GD ഇന്റർവ്യൂ ഉണ്ടാവും, ചിലർക്ക് ഇന്റർവ്യൂ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അവരുടെ പ്രോസസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം അവർ പ്രിപ്പയർ ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിലൂടെ നിങ്ങൾ സെലക്ട് ആവുക എന്നുള്ളതാണ് ഓവറോൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയും കോളേജുകളും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം ഓർക്കുന്നു. നമുക്ക് ക്വാളിഫൈഡ് ആയതുകൊണ്ട് മാത്രം ആരും സീറ്റ് ഗ്യാരണ്ടി ചെയ്തില്ല, ആരും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. അപ്ലൈ ചെയ്ത് ഫീസ് അടച്ച് ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ക്വാളിഫൈഡ് ആയി എന്ന് മാത്രം പറഞ്ഞിരിക്കരുത്, നമ്മുടെ വർക്ക് തീർന്നിട്ടില്ല. നിങ്ങൾ ഏതൊക്കെ കോളേജിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കോളേജുകളിലൊക്കെ ലിസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അവിടെ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണമെങ്കിൽ അടയ്ക്കുക. അവരുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ GD പ്രോസസ്സ്, അവരുടെ മറ്റ് പ്രോസസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം മാത്രമേ അവിടെ അഡ്മിഷനായിട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മുടെ സ്കോർ കാർഡിനെ പറ്റി ചോദിക്കുന്നു. സ്കോർ കാർഡ് നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട്, ഇപ്പോൾ പ്രൊഫഷണൽ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫൈനൽ റിസൾട്ട് ഉടനെ തന്നെ വരും. ഇതിന് ശേഷം ഒരു ഫൈനൽ റിസൾട്ട് വരും. ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സ്കോർ കാർഡാണ് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഒരു കോളേജ് അഡ്മിഷൻ വേണ്ടി പോകുമ്പോഴും KMAT ക്വാളിഫൈഡ് ആയി എന്ന് പറയുന്നതിനുള്ള പ്രൂഫായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അപ്പം സ്കോർ കാർഡ് വരുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ആ സമയമാകുമ്പോൾ വീണ്ടും അതിനെപ്പറ്റി നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ നിരവധിയായ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ഞാൻ ഒരു പ്രയോറിറ്റി വൈസ് മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്കായിരിക്കും പ്രയോറിറ്റി ആവും. അവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ടൊരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കമന്റ് സെക്ഷനോ മറുപടി കിട്ടിയില്ലെങ്കിൽ ഡോണ്ട് വറി, നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോയിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. വരും ദിവസങ്ങളിൽ മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റ്, ചില എക്സ്ക്ലൂസീവ് ട്രെയിനിങ്ങുകളും പാർട്ടുകളൊക്കെ മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റ് കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതിനെപ്പറ്റി മുമ്പ് സംസാരിച്ചാണ്. GD ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ഇന്റർവ്യൂ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇന്റർവ്യൂവിന് എക്സ്പെക്റ്റഡ് ആയ ക്വസ്റ്റ്യൻസ് എന്താണ്, MBA ഇന്റർവ്യൂവും മറ്റൊരു ജോബ് ഇന്റർവ്യൂവിന്റെ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ നമ്മുടെ ട്രെയിനിങ് പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യുന്ന സെഷനിൽ കണ്ടിന്യൂ ചെയ്യും. GD ടോപ്പിക്സുകൾ കവർ ചെയ്യുന്നു. എങ്ങനെ GD കണ്ടക്ട് ചെയ്യാം, എങ്ങനെ GD ക്രാക്ക് ചെയ്യാം, MBA PGD എന്നുള്ള വ്യത്യാസം, അതായത് നല്ലതെന്ന് ആൾക്കാർ ചോദിക്കുന്നു. ഇതൊക്കെ മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റിൽ വരുന്ന ദിവസങ്ങൾ വീഡിയോ ആണ്. ഇപ്പോൾ GDക്ക് നിങ്ങൾ ഒരു നിർഭാഗ്യവശം നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് കിട്ടിയില്ല, ടഫായ ടോപ്പിക് കിട്ടിയ ഒരു ഐഡിയ ഇല്ല. അതർ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ട്രെയിനിങ്സുകൾ, GD ഇന്റർവ്യൂ ട്രെയിനിങ്സുകൾ നമ്മുടെ സെഗ്മെന്റിൽ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നു. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വീണ്ടും നമ്മുടെ മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഇത്തരം വീഡിയോസ് അസസ് ചെയ്യാനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് അസസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്
only segment join here, so members only segment at 89 per month. So in case something cancel an option ആണ് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും ബ്രീഫ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ നമ്മുടെ കൂടുതൽ ഡൗട്ടും ഡിസ്കഷനും ക്വറീസും ഒക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്ത മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സ്കോർ ചെക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂടുതൽ ആളുകളുടെ റെസ്പോൺസുകൾ, എത്ര സ്കോർ കിട്ടി, നിങ്ങളുടെ റെസ്പോൺസുകളൊക്കെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. എല്ലാ ക്വാളിഫൈഡ് ആയ എല്ലാ ആൾക്കാർക്കും കൺഗ്രാജുലേഷൻസ്. ടോപ്പ് സ്കോർ കിട്ടിയ ആൾക്കാർക്ക് പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. ഇനി ആരെങ്കിലും ഞാൻ പറഞ്ഞു 1.5% ആൾക്കാർക്ക് അല്ലെങ്കിൽ 1.4% ആൾക്കാർക്ക് സ്കോർ ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവില്ല. ഡോണ്ട് വറി അബൌട്ട്. രണ്ടാമതൊരു കെമാറ്റ് സെക്ഷൻ കൂടെ വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് അതിന് വേണ്ടി ട്രെയിനിങ്, ഫസ്റ്റ് ട്രെയിനിങ്ങിനേക്കാളും കൂടുതലായിട്ട് ഇൻഡെപ്ത് ട്രെയിനിങ് സെക്കൻഡ് സെഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം സെക്കൻഡ് സെഷൻ ലാസ്റ്റ് ചാൻസ് ആണ്. പിന്നെ കൂടുതൽ ബേസിക്സ്, ഒരു ബേസ് ബിൽഡിംഗ് സെഷനും കൂടെ ഉൾപ്പെടുത്തിയാണ് സെക്കൻഡ് ട്രെയിനിങ് നമ്മൾ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈഡ് ആയിട്ട് ഡോണ്ട് വറി, a big cloud is with you. Next time definitely you will be able to crack the KMAT examination. It's not a big deal. So wish you the very best. We'll meet in a video. Till then, bye bye. Take care.